സെക്കൻഡ് ചാപ്റ്ററാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരേ രീതിയിൽ സെയിം മീനിങ്ങിൽ അക്കൗണ്ടിങ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ചില കൺസെപ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ്, മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ 4 കാര്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഈ വീഡിയോയിൽ അസംഷൻസ് ഓർ കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു അസംഷനാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റും. അതായത് എൻറ്റിറ്റി എന്ന വേർഡിൻ്റെ മീനിങ് എന്താ? സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ബിസിനസ്സിനും അതിൻ്റെ ഓണർക്കും 2 പേർക്കും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് അദ്ദേഹത്തിൽ നിന്നും ഒരു ലോൺ എടുത്ത പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അടുത്ത രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കുറേ കാലത്തേക്ക് ബിസിനസ് സ്ഥാപനം നീണ്ടു നിൽക്കുന്നു. പെട്ടെന്നൊന്നും തന്നെ ബിസിനസ് സ്ഥാപനം വിൽക്കാനോ ഒന്നും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല, ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടില്ല. ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ്. എല്ലാ കാര്യങ്ങളും ഈ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മണി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് മണി ഓർ മണീസ് വർത്ത് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ ബിസിനസ് സ്ഥാപനത്തിലുള്ള എല്ലാ ജീവനക്കാരും ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവർ ബിസിനസ്സിൻ്റെ അസറ്റ് ആണെങ്കിൽ കൂടി അവരുടെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് അവരുടെ വാല്യൂ ഒരിക്കലും തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അത് മോണിറ്ററിലി എക്സ്പ്രസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അടുത്തൊരു കാര്യമാണ് അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കുറേ കാലത്തിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെയാണ്, ബിസിനസ്സിൽ എത്രത്തോളം ഇൻകം ഉണ്ട് എന്നൊന്നും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അതത് വർഷങ്ങളിൽ നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെയാണ്, റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് ഫ്യൂച്ചർ ഇയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ, അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്തിൻ 1 ഇയറിൽ ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിലാണ് പൊതുവെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ റിസൾട്ട് ഒക്കെ തന്നെ കണ്ടുപിടിക്കുന്നത്.